എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്ന് നമ്മൾ അവസാനം കണ്ടു. കല്ലുവിന്റെയും ജയന്തന്റെ അരികിലെത്തിയിട്ട് ലീല സത്യങ്ങളൊക്കെ വിളിച്ചു പറയണം. ശരിക്കും പറഞ്ഞാല് ഉണ്ണിമോളെ ഗിരിദേവനെ ഇവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഞാൻ ഈ കല്ല് വെച്ച നുണകളൊക്കെ പറഞ്ഞത്. ഈ മണി പുതുക്കി പണിയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേങ്കില് എനിക്ക് എന്റെ മോനെ രക്ഷിക്കണമായിരുന്നു. അതിനു വേണ്ടിയിട്ടാ എന്നോട് ക്ഷമിക്കെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മുന്നിൽ കൈ കൂപ്പുകയാണ്. ഈ സമയം കല്ലു പറഞ്ഞു, എന്നാലും ഇത് കുറച്ച് ക്രൂരതയായി പോയി കേട്ടോ ചേച്ചി എന്ന് പറയാം. എനിക്ക് വേറൊരു മാർഗമില്ലായിരുന്നു. കിഴക്കേവാതിലിനൊക്കെ ശാപമോഷം കൊടുത്ത ആൾക്കാരല്ലേ ഗിരിദേവനും ഉണ്ണിമോളും ഒക്കെ. അപ്പൊ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ മണിമാളികയിൽ നിന്ന് എൻ്റെ മോൻ ജീവനെ രക്ഷിക്കാൻ സാധിച്ചേക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. പക്ഷെ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ചെയ്താ. എനിക്കിനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. മണിമാളിയിൽ നിന്ന് എൻ്റെ മോൻ പുറത്തു വന്നു. പക്ഷേങ്കിൽ അവനിപ്പോൾ ഓർമ്മയില്ല, എന്നെ ഒന്നും ഓർമ്മയില്ല. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇനിയിപ്പോ ഗിരിദേവനും ഉണ്ണിമോൾക്കും ഒക്കെ മാത്രമേ ഒരു പക്ഷേങ്കിൽ എൻ്റെ മോനെ രക്ഷിക്കാൻ പറ്റുള്ളൂ. ഇത് കേട്ടപ്പോൾ കല്ല് പറഞ്ഞു, അവർക്ക് എങ്ങനെ സാധിക്കുന്ന പറഞ്ഞേ. എനിക്കറിയില്ല. പക്ഷേങ്കിൽ മണിമാളയ്ക്കുള്ളിൽ ഉണ്ണിമോൾ ആകപ്പെട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുറത്തിറങ്ങി വന്ന ഉണ്ണിമോൾക്ക് ഇപ്പം ഒരു ഓർമ്മയില്ലെന്നാ പറഞ്ഞേ. എനിക്കറിയില്ല, ഞാൻ കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയാം. മണിമാളിയിലേക്ക് ഉണ്ണിമോളെ തള്ളിവിട്ട ആള് ഞാനാണ്. ഞാൻ കാരണമാണ് ഉണ്ണിമോൾ അതിനകത്ത് പെട്ടുപോയത്. അതെന്റെ മോന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രമായിരുന്നു പറയാം. ജയന്ത പറഞ്ഞു, നിങ്ങൾ ഇത്രയ്ക്ക് ക്രൂരയായി പോയല്ലോ. എന്നാലും സ്വന്തം മകന് വേണ്ടിയിട്ട് മറ്റുള്ള കുട്ടികളെ ഇങ്ങനെ ബലി കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചെന്ന് ചോദിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഒരു പെറ്റമ്മയുടെ ദുഃഖമാണ്. കാരണം സ്വന്തം മോനെ എങ്ങനെയും രക്ഷിക്കണമെന്ന് ഓർത്ത് തുനിഞ്ഞിറങ്ങിയതാ ഞാൻ. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവുന്ന ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും ചിന്തിച്ച കാര്യമല്ല. ഒരു പക്ഷേങ്കിൽ അയ്യപ്പസ്വാമി പോലും എന്നോട് പൊറുക്കില്ല എന്ന് പറയാം. എനിക്കറിയില്ല, എൻ്റെ മോനെ ജീവൻ തിരിച്ചു കിട്ടി. പക്ഷേങ്കിൽ അവൻ്റെ ഓർമ്മ കിട്ടിയില്ല. എന്നാലും ജീവൻ തിരിച്ചു കിട്ടിയെന്നൊരു ആശ്വാസം മാത്രം എനിക്കുള്ളെന്ന് പറയാം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം കല്ല് ജയന്തനോട് പറഞ്ഞു, അതെ ജയന്തൻ ചേട്ടാ, എത്രയും പെട്ടെന്ന് നമുക്കിത് ഗിരിദേവനും ഉണ്ണിമോളെയൊക്കെ അറിയിക്കണമെന്ന് പറയാം. പിന്നീട് അവർ നേരെ ഗിരിദേവന്റെ ഉണ്ണിമോളുടെ അടുത്തേക്ക് പോവാം. ഈ സമയം ദേവികമ്മ വലിയ സങ്കടത്തിലായിരുന്നു. ഉണ്ണിമോളെ കുറിച്ച് ഒരു വിവരം അറിയത്തില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ സമയം വിനോദ് പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങുക. അപ്പൊ അനസൂയ വന്നിട്ട് ചോദിച്ചു, അല്ല വിനോദേട്ടൻ എങ്ങോട്ടാ പോണേന്ന് ചോദിക്കാം. അതെ, അമ്മയുടെ മനപ്രയാസം കണ്ട എനിക്ക് ഇവിടെ ഇരിക്കാൻ തോന്നില്ല. ഉണ്ണിമോൾക്ക് ഇനി എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമെന്നൊരു പേടി അമ്മയ്ക്കുണ്ട്. അത് ഓർത്ത വിനോദേട്ടൻ പേടിക്കണ്ട. എന്നാലും ഉണ്ണിമോൾ എങ്ങോട്ടാ പോയെന്നറിയില്ലോ. ഒരു പക്ഷേങ്കില് ആ കിഴക്കേ വാതില് അവിടെ ചെന്ന് ആ കല്ലുവിന്റെ ചേട്ടനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരെങ്ങോട്ടാ പോയെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റിയിരിക്കും. നമുക്ക് അവിടെ മരുന്ന് പോയി നോക്കിയാലോന്ന് ചോദിക്കാം. അതിന്റെ ആവശ്യമുണ്ടോ വിനോദേട്ടാന്ന് ചോദിക്കാം. എനിക്കറിയില്ല. ഉണ്ണിമോളെ കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ ഇനി അമ്മ ഫുഡൊന്നും കഴിക്കുമെന്ന് തോന്നില്ല. ഒരു കാര്യം ചെയ്യുക, നീ അമ്മയുടെ അടുത്തിരിക്കുക, ഞാൻ പോയെന്ന് അന്വേഷിച്ചിട്ട് വരാന്ന് പറയാം. അല്ല, ഇത്രയും ദൂരമൊക്കെ അതൊന്നും കുഴപ്പമില്ലെന്നേ എന്നും പറഞ്ഞ് വിനോദ് പോവാണ്. ഈ സമയത്ത് അനസൂയ ഓർത്ത്, ഒരു പക്ഷേങ്കിൽ ഇനി ഉണ്ണിമോൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടായിരിക്കോ, അതായിരിക്കോ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നേ. അമ്മ പറഞ്ഞിരിക്കുന്നത് ഇതിനു മുമ്പ് ആർക്ക് ആപത്തുണ്ടായാലും അമ്മയ്ക്കൊരു നെഞ്ചിലൊരു വേദനയൊക്കെ ഉണ്ടാവുന്ന. അതൊരു പക്ഷേ തങ്ങൾക്ക് ആർക്കും ആപത്ത് സംഭവിച്ചിട്ടില്ല. അത് പക്ഷേ ഉണ്ണിമോൾക്കായിരിക്കോ. എൻ്റെ അയ്യപ്പസ്വാമി, ഉണ്ണിമോളെ കാത്തോണേ, ഒരാപത്തിൽ ഉണ്ണിമോളെ ഉൾപ്പെടുത്തരുതേ. നീ എപ്പോഴും അവൾക്ക് തുണയായിട്ടുണ്ട്. ഇനി അങ്ങനെ തന്നെ ആയിരിക്കണേന്ന് പറഞ്ഞ് അനസൂയ മനോരുകി പ്രാർത്ഥിക്കുക. ഈ സമയം ഗിരിദേവന്റെ ബാബരുടെ ഉണ്ണിമോളുടെ അടുത്തേക്ക് കല്ലുവും ജയന്തനും കൂടെ ചെല്ലുവാണ്. അങ്ങനെ ചെന്നിട്ട് അവര് ഗിരിദേവനോടായിട്ട് പറഞ്ഞു, ഗിരിദേവ, നമ്മൾ ഇങ്ങോട്ട് ചതിച്ച് കൂട്ടിക്കൊണ്ട് വന്നാന്ന് പറയണം. ഇത് കേട്ടപ്പോ ഉണ്ണിമോള് ചോദിച്ചു, ആരാ ഗിരിദേവ ഇവര് എന്ന് ചോദിക്കുകയാണ്. കാരണം കല്ലുവിനെയും ജയന്തനെയും കണ്ട് മനസ്സിലായില്ല. ഉണ്ണിമോളുടെ മനസ്സിൽ ആകെയുള്ള മുഖങ്ങള് ഇപ്പൊ വാവരും ഗിരിദേവനും മാത്രമാ. ഗിരിദേവൻ പറഞ്ഞു, ഉണ്ണിമോൾക്ക് ഓർമ്മയില്ലാത്തോണ്ട് ഇവരെ അറിയത്തില്ലാത്ത. അതെ, ഇവരോടൊപ്പം നമ്മൾ ഇങ്ങോട്ട് വന്നേന്ന് പറയാ. ഇവരോടൊപ്പം? അതെ, ഇവരോടൊപ്പം നമ്മൾ ആ മണി പുതുക്കി പണിയാനായിട്ട് ഇങ്ങോട്ട് വന്നേന്ന് പറയാം. ഇത് കേട്ടപ്പോ ജയന്തൻ പറഞ്ഞു, അതെ, മണി പുതുക്കി പണിയാനായിട്ടൊന്നുമല്ല, ആ സ്ത്രീ നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്നേന്ന് പറയാ. ഇത് കേട്ടപ്പോ ഉണ്ണിമോള് ചോദിച്ചു, ഏത് സ്ത്രീയുടെ കാര്യം പറയണേ? മുമ്പ് നമ്മളൊരു സ്ത്രീയെ കണ്ടില്ലേ, അവരുടെ കാര്യം പറയണേ. ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന് എന്തിനാണെന്നറിയാവോ? അവരുടെ മോനെ രക്ഷിക്കാൻ വേണ്ടിട്ടാ. ആ മണിമാളികയ്ക്കുള്ളിൽ പെട്ടുപോയ അവരുടെ മോന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാ. ചതി അവര് നമ്മളോട് ചെയ്ത ഗിരിദേവാന്ന് പറയാ. ഇത് കേട്ടപ്പം ബാബര് പറഞ്ഞു, അതെ, അത് ഓർത്ത് ഇനിയിപ്പൊ നിങ്ങൾ വിഷമിക്കണ്ടെന്ന് പറയാ. എന്നാലും ഉണ്ണിമോൾക്ക് ഈ അവസ്ഥ വന്നല്ലോ, ഇനിയിപ്പൊ എന്ത് ചെയ്യും ഗിരിദേവ? ഉണ്ണിമോളെ കൊണ്ടുപോയി നമ്മൾ എങ്ങനെ മുത്തശ്ശിയുടെ അടുത്ത് ഏൽപ്പിക്കുമെന്ന് ചോദിക്കുക. ഉണ്ണിമോൾക്ക് മുത്തശ്ശിനെ പോലും ഓർമ്മയില്ലെന്ന് പറയാം. ഗിരിദേവൻ പറഞ്ഞു, അതൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട, എല്ലാത്തിനും പരിഹാരം ഉണ്ടെന്ന് പറയാം. കല്ല് പറഞ്ഞു, എന്നാലും അവർ ഇത്രമാത്രം ക്രൂരത കാണിക്കുന്ന ചിന്തിച്ചിട്ടും കൂടെ ഇല്ല ഗിരിദേവ. ഇനിയിപ്പൊ എന്ത് ചെയ്യും? ഉണ്ണിമോളെ നമുക്ക് രക്ഷിക്കേണ്ടതെന്ന് ചോദിക്കുക. ഉണ്ണിമോളെ രക്ഷിക്കാനായിട്ട് എന്ത് ചെയ്യാനും ഞങ്ങൾ തയ്യാറാന്ന് പറയാ. ജയന്തൻ പറഞ്ഞു, ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് നല്ല ദേഷ്യം വന്ന ആ സമയത്ത് ആ സ്ത്രീയോട്.
പിന്നെ അവരുടെ അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പം അവരുടെ മോനാണെങ്കിലോ ഓർമ്മയില്ലാതെ നടക്കുന്നുണ്ട് ഗിരിദേവ എന്ന് പറയാ. ഗിരിദേവൻ പറഞ്ഞു, ഞങ്ങൾ കണ്ടു ജീവനെ, ഞങ്ങൾ കണ്ട് സംസാരിച്ചു. ജീവയുടെ മനസ്സിൽ ഒരു മുഖം പോലും ഇല്ല, ആകെപ്പാടെയുള്ള മുഖം അവന്റെ കൂട്ടുകാരന്റെ മുഖം മാത്രമുള്ളെന്ന് പറയാ. നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോളം പറയാ. ജയന്തൻ പറഞ്ഞു, ഉണ്ണിമോളില്ലാതെ ഇനി ഞങ്ങൾക്ക് തിരികെ പോകാൻ പറ്റത്തില്ല. ഉണ്ണിമോളും കൂട്ടിക്കൊണ്ട് ഞങ്ങളും പോകുന്നുള്ളൂ. ഇനിയിപ്പം മണി പുതുക്കി പണിയേണ്ട കാര്യമില്ലല്ലോ. ഈ സമയം ഗിരിജയൻ പറഞ്ഞു, അതോർത്ത് നിങ്ങൾ വിഷമിക്കണ്ട എന്ന് പറയുന്നുണ്ട്. പിന്നീട് അവരെ അങ്ങോട്ട് പറഞ്ഞു വിടുക. ഉണ്ണിമോൾക്കാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം ഒരാഴ്ചക്കുള്ളിൽ തന്നെ അവർക്ക് സ്വാദിഷ്ടമായ വിഭവങ്ങൾ മണിമാളിക്കുള്ളിലുള്ളവർക്ക് കൊടുക്കണം. അല്ലെങ്കിൽ തൻ്റെ ജീവൻ ആപത്താണ്. കാരണം ഒരിക്കൽ പോലും തങ്ങൾക്ക് പിന്നെ ഓർമ്മശക്തി തിരിച്ചു കിട്ടില്ല. അതൊക്കെ ഓർത്തിട്ട് ഉണ്ണിമോൾക്ക് വിഷമമായി. ഉണ്ണിമോൾ ഇങ്ങനെ പോയി സങ്കടപ്പെട്ടിരിക്കുക. എന്ത് ചെയ്യണം, ആരോട് തന്റെ വിഷമങ്ങളൊക്കെ പറയണം. ഒറ്റ ദിവസം കൊണ്ടൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും രുചികരമായ ഫുഡ് തന്നെ വേണം ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. ഈ സമയത്ത് ലീല നേരെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പം സതിയുണ്ട് അവിടെ. സതിനെ കണ്ട് ലീല പറഞ്ഞു, ഞാൻ ജീവനെ കണ്ടു, പക്ഷെ അവൻ എൻ്റെ കൂടെ വരാൻ കൂട്ടാക്കില്ലെന്ന് പറയാം. സതി പറഞ്ഞു, അതിനകത്ത് എന്തെങ്കിലും ഒരു കാരണം കാണും. മണിമാളിയിലെ എന്താ സംഭവിച്ചെന്ന് അറിയില്ലല്ലോ. കാരണം അത് പറഞ്ഞു തരാനായിട്ട് പറ്റുന്ന ആൾക്കാർക്ക് ബോധമില്ല. കാരണം ഉണ്ണിമോൾക്ക് ഈ അവസ്ഥ തന്നെയല്ലേ വന്നിരിക്കുന്നേ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കാം. എനിക്കറിയില്ല. അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനും പറ്റുന്നില്ല. അവനിങ്ങോട്ട് വന്നിട്ടില്ല. കാരണം എന്താ, ജീവയ്ക്ക് ആ മണിമാളിയുടെ 4 അതിര് വിട്ട് ജീവയ്ക്കെന്നല്ല ഉണ്ണിമോൾക്കും പുറത്തു പോകാൻ പറ്റില്ല. അവർക്ക് വേറെ ഒരു സ്ഥലത്തേക്കും പോകാൻ പറ്റില്ല. പക്ഷേ അതിനുള്ളിൽ വെച്ച് തന്നെ അവർ രുചിയുള്ള ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ഇത് പക്ഷെ ലീലയ്ക്ക് സാധിക്കുമെന്നും അറിയില്ല. ലീല പറഞ്ഞു, എൻ്റെ മോൻ എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. ഞാൻ കല്ലൂനും ജയന്തനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷെ ഗിരിദേവനെ കണ്ട് അവർ ഈ കാര്യങ്ങളൊക്കെ പറയായിരിക്കും എന്ന് പറയാം. ഈ സമയത്ത് സതി പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, നീ അവരോടല്ലായിരുന്നു പറയേണ്ടിയിരുന്നേ. നീ പോയി ഗിരിദേവനോടും ഉണ്ണിമോളോടും ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുക. ചിലപ്പോൾ നിന്നെ രക്ഷിക്കാൻ പറ്റുമായിരിക്കും എന്ന് പറയാം. അല്ല, അവരുടെ അടുത്ത് ഞാൻ ചെന്നിട്ട് എങ്ങനെയാ കാര്യങ്ങളൊക്കെ പറയുന്നേ? നീ അവളെ സത്യങ്ങളൊക്കെ തുറന്നു പറ. ഇനിയിപ്പോൾ എന്തിനാ മറച്ചു വെക്കണേ എന്ന് പറയാണ്. പിന്നീട് ലീല അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഉണ്ണിമോളുടെ ഗിരിദേവന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് ഉണ്ണിമോളുടെ അടുത്തേക്ക് ഗിരിദേവൻ വരുവാണ്. ഉണ്ണിമോളോട് ചെന്താ ഉണ്ണിമോളെ സങ്കടപ്പെട്ടിരിക്കുന്നേ? അല്ല ഗിരിദേവ, ഫുഡ് ഉണ്ടാക്കി കൊടുക്കണ്ടേ? എങ്ങനെയെങ്കിലും എനിക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം, എന്തെങ്കിലല്ലേ എൻ്റെ ഓർമ്മശക്തി തിരിച്ചു കിട്ടുള്ളൂ എന്ന് പറയാം. ഇത് കേട്ടാൽ ഗിരിദേവൻ ചോദിച്ചു, അല്ല ഉണ്ണിമോൾ കൊണ്ടേ ആഹാരം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവര് ഉണ്ണിമോളുടെ ഓർമ്മശക്തി തിരികെ തരുമെന്ന് ഉണ്ണിമോൾക്ക് ഉറപ്പുണ്ടോന്ന് ചോദിക്കാം. ഇത് കേട്ട ഉണ്ണിമോളൊന്ന് ഞെട്ടി. ദൈവമേ, അങ്ങനെ തരത്തില്ലേ? അതെന്താ ഗിരിദേവ അങ്ങനെ പറഞ്ഞേ? അല്ല, അവരുടെ മനസ്സിന് ഇഷ്ടപ്പെടണം. അവർക്ക് സ്വാദിഷ്ടമായ ആഹാരം വേണ്ടത്. ഒരു പക്ഷെ ഉണ്ണിമോള് കൊണ്ടേ കൊടുക്കുന്ന ആഹാരം സ്വാദില്ല എന്ന് പറഞ്ഞിട്ട് ഉണ്ണിമോളുടെ ആഹാരം അവർ നിരസിച്ചാലോ? ഉണ്ണിമോളുടെ ഓർമ്മ തിരിച്ചു കിട്ടാതിരുന്നിട്ടുണ്ട് എന്ത് ചെയ്യുമെന്ന് ചോദിക്കാം. എൻ്റെ അയ്യപ്പസ്വാമി, എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. നീയായിട്ട് എനിക്ക് എന്തൊരു വഴി കാണിച്ചു തരാൻ പറയാണ്. ഈ സമയത്താണ് ലീലയുടെ വരവങ്ങോട്ട്. ലീല അവരുടെ അടുത്തേക്ക് വന്നു. പിന്നീട് ഗിരിദേവന്റെ ഉണ്ണിമോളുടെ ഒക്കെ നേരെ കൈകൂപ്പിട്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം എന്ന് പറയാം. ഇത് കേട്ടപ്പോൾ പാവല് ചോദിച്ചു, എന്താ അമ്മയെന്ന് ചോദിക്കാം. അല്ല, ഞാൻ നിങ്ങളെ ചതിച്ചാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. ഉണ്ണിമോള് മണിമാളയുടെ മണി അറിയാതെ അടിക്കാൻ കാരണക്കാരി ഞാനാണ്. ഞാൻ കാരണമാണ് ഉണ്ണിമോൾ അതിനകത്ത് പെട്ടുപോയത്. എൻ്റെ മോൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലൂടെ നടക്കുന്ന ഒരു കുട്ടിയിലെ ജീവ, അവൻ എൻ്റെ മോനാണ്. അവൻ മണിമാളയ്ക്കുള്ളിൽ പെട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പൊ കിഴക്കേവാതിലിനെ കുറിച്ചുള്ള കഥകളൊക്കെ ഞാൻ ന്യൂസിനകത്ത് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി നിങ്ങൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ എൻ്റെ മോനെ രക്ഷിക്കാനായിട്ട് സാധിക്കുമെന്ന്. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ വിളിച്ചു വരുത്താനായിട്ടാ ഞാൻ ആ മണിയുടെ കാര്യങ്ങളൊക്കെ കള്ളം പറഞ്ഞ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേന്ന് പറയാം. ഇത് കേട്ടപ്പോൾ വാവര് പറഞ്ഞു, അതൊക്കെ ഞങ്ങളെ എപ്പോഴേ അറിഞ്ഞ കാര്യങ്ങളാന്ന് പറയാം. ഇത് കേട്ട ലീല അത്ഭുതത്തോടെ അവരെ നോക്കുക. നിങ്ങൾ അതൊക്കെ എങ്ങനെ അറിഞ്ഞു പറയാം? ഇത് കേട്ടപ്പോൾ വാവര് പറഞ്ഞു, ഗിരിദേവൻ എല്ലാ കാര്യങ്ങളും അറിയാം. ഗിരിദേവൻ എല്ലാവരുടെ മനസ്സ് വായിക്കാൻ അറിയാം. അത് പക്ഷെ അമ്മയ്ക്ക് മനസ്സിലായില്ലെന്ന് പറയാം. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഞെട്ടിത്തെറിച്ച് ലീല ഗിരിദേവനെ നോക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണുന്നേ. നാളെ ഇനിയിപ്പോൾ അറിയാൻ പറ്റും. ഉണ്ണിമോളുടെ കൈവശം സ്വാദിഷ്ടമായ വിഭവം അവർക്ക് വേണ്ടി കൊടുത്തു വിടുന്നുണ്ട്. അത് ഗിരിദേവനും വാവരും ചേർന്നിട്ടാണ്. അപ്പൊ അവരുടെ മനസ്സിൽ തൃപ്തിപ്പെടണം. അന്നേ മാത്രം ഉണ്ണിമോൾക്ക് ഓർമ്മശക്തി തിരിച്ചു കിട്ടുള്ളൂ. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ ഇനിയിപ്പോ ഗിരിദേവനെ സഹായിക്കാനായിട്ട് ഉണ്ണിമോളെ സഹായിക്കാനായിട്ടും ഹനുമാൻ സ്വാമി വരുന്നൊക്കെ ഉണ്ട്. നമ്മൾ മണിമാളയ്ക്കുള്ളിൽ ഒരു ആഞ്ജനേയന്റെ വിഗ്രഹമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആഞ്ജനേയൻ തന്നെ ഉണ്ണിമോളുടെ രക്ഷയ്ക്കായിട്ടൊക്കെ എത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.